എടാ പ്രതാപ, എന്നോട് എന്തൊക്കെ വൈരാഗ്യം ഉണ്ടെങ്കിലും ഞാൻ പറഞ്ഞതൊക്കെ നിനക്ക് മനസ്സിലായല്ലോ. ഞാനാണ് നിനക്ക് കൊട്ടേഷൻ തന്നതെന്ന് നീ ഒരിക്കലും തന്നെ കോടതി പറയരുത്. ഓ, അപ്പൊ നിനക്ക് രക്ഷപ്പെടാലോ അല്ലേ? എടാ, എന്നാലേ നീയും രക്ഷപ്പെടൂ. ഇത് മനഃപൂർവ്വം അല്ലാത്ത നരഹത്യയാണെങ്കിൽ നിനക്കും ജാമ്യം കിട്ടൂടാ. എങ്കിലും ഞാൻ നിർത്താതെ വണ്ടി ഓടിച്ചു പോയതല്ലേ, അത് കുറ്റമല്ലേ? അന്ന് ഭയങ്കര മഴയല്ലായിരുന്നോടാ. ആ സമയത്ത് ഇടിച്ചത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാ പോരെ. എന്തായാലും നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, എന്റെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു നോക്കാം. അല്ലേ, ഇപ്പൊ എന്റെ മോളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട്. അതുകൊണ്ട് എന്റെ മോക്ക് ഞാൻ ജയിലിൽ പോയാൽ പറ്റത്തില്ല. എടാ, നമ്മൾ ജയിലിൽ പോയി കഴിഞ്ഞാൽ പിന്നെ കേസ് പറഞ്ഞ് മടുക്കൂടാ. എന്റെ കയ്യിൽ കാശുണ്ട്. എന്നാ ഇതുപോലൊരു കേസിന് വേണ്ടിയിട്ട് അത് വാരി എറിഞ്ഞാൽ ആ പൈസയൊക്കെ പെട്ടെന്ന് തീരും. പൈസയ്ക്ക് ഒരുപാട് ആവശ്യമുണ്ടായിരുന്ന സമയത്താ ഞാൻ ഇങ്ങനൊരു കൊട്ടേഷൻ ഏറ്റെടുത്തത്. അന്ന് അത് വലിയ കുഴപ്പമില്ലാതൊക്കെ അങ്ങ് പോയി. ഇപ്പൊ പക്ഷേ 10 മടങ്ങ് ശക്തിയോടെ അത് തിരിച്ചു വന്നിരിക്കുന്നേ. നിന്റെ നാവ് തന്നെയാ എല്ലാത്തിനും കാരണം. അത് മാത്രം പറയതേ, മരിച്ചവൻ എന്റെ ദേഹത്ത് കയറിയത് ഞാൻ പറഞ്ഞിട്ടാ. അതെ, ഞാൻ നിന്നോട് പറഞ്ഞായിരുന്നല്ലോ വാമ, അന്ന് എന്റെ ദേഹത്ത് വിശ്വം കയറുന്ന ദിവസമേ ഞാൻ ലോറിയായിട്ട് പായുമായിരുന്നു. കണ്ണന് ലക്ഷ്മി സഞ്ചരിച്ച കാറിന് പിന്നാലെ. അന്ന് കണ്ണന്റെ അച്ഛന്റെ ബൈക്ക് ഇടിച്ച് തെറിപ്പിച്ചതുപോലെ ആ കാർ ഇടിച്ച് തെറിപ്പിക്കായിരുന്നു ലക്ഷ്യം. പക്ഷേ എന്ത് ചെയ്യാനാ, അത് പാളിപ്പോയി. എടാ, ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ എന്റെ കൂടെ ഉണ്ടായിരുന്ന അവൻ, ആ വിശ്വൻ. ലോറി നിർത്തിയിട്ട് ഞാൻ ഇറങ്ങി അങ്ങ് ഓടുകയായിരുന്നു. ഓ, അവന്റെ പിന്നാലെ വന്ന് തള്ളി അങ്ങിട്ടു. പിന്നെ ബോധം വരുമ്പോ അവനില്ല. അർദ്ധരാത്രി കഴിയുമ്പോ അവൻ വരും എൻ്റെ അടുത്ത്, അവന്റെ സങ്കടങ്ങൾ പറയാൻ. അങ്ങനല്ലടാ ഞാൻ സത്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞു പോയേ. കണ്ണൻ അന്ന് അച്ഛൻ്റെ കർമ്മങ്ങൾ ചെയ്തില്ലായിരുന്നു. അന്ന് അവൻ ഐസിയുനകത്ത് കിടക്കുകയായിരുന്നു, ബോധമില്ലാതെ. പിന്നെ വിശ്വന്റെ കർമ്മങ്ങളൊക്കെ ചെയ്ത് ഉണ്ണിയാ. ഉണ്ണി ചെയ്ത കർമ്മം അവൻ ഇഷ്ടപ്പെട്ട് കാണത്തില്ല. എന്നുവെച്ചാ അവൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നത് മൂത്ത മോനെയല്ലേ. ആ, അത് ശരിയാ. അങ്ങനെയാണെങ്കിൽ അവനെപ്പോഴും ഇവിടെയൊക്കെ തന്നെ കാണും. ഇനി എന്റെ ദേഹത്തെങ്ങാനും കയറുവോ? ആ, കയറി കഴിഞ്ഞാൽ പിന്നെ താനാണ് എനിക്ക് കൊട്ടേഷൻ തന്നെന്ന് വേറെ ആരും പറയേണ്ട കാര്യമില്ല. അത് താൻ തന്നെ പറയും. അത് നീ ഏത് കോടതിയിലാണെങ്കിലും താൻ പറയും. ഓ, എന്നാലും എൻ്റെ വാമേട്ടാ, അതിനിടയ്ക്ക് ആ ഡോക്ടർ ശർമ്മ എന്നെ മയക്കി കിടത്തിയിട്ട് എല്ലാം പിടിച്ചെടുക്കുമെന്ന് ഞാൻ കരുതിയില്ല. അയാളുടെ അടുത്ത് കൊണ്ടുപോയത് നിന്റെ വട്ടുമാറാനാ. അത് നടന്നു. പക്ഷെ വട്ടുള്ള സമയത്ത് നീ പറയേണ്ടാത്തതല്ല അയാളോട് പറയുകയും ചെയ്തു. മഹാലക്ഷ്മി ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ട്, കണ്ണൻ കോടതി വരുമായിരിക്കുമോ? കണ്ണൻ വന്നില്ലെങ്കിൽ അനന്തു വരും. അല്ലെങ്കിൽ അതിനേക്കാൾ മിടുക്കന്മാരായ വക്കീലന്മാർ വരും. അവന്മാർക്ക് കാശ് കൊടുത്ത് വക്കീലന്മാരെ വെക്കാൻ പാടില്ലടാ. ഇനി അവന്മാരാ വരുന്നെങ്കിൽ വക്കീൽ ഫീസും കൊടുക്കണ്ട. നമ്മുടെ കാര്യം അതാണോ? ഒന്നാമത് നമ്മുടെ കേസ് ഏറ്റെടുത്തിരിക്കുന്നതിന്റെ സീനിയർ ഉണ്ടല്ലോ, പൈസ എത്ര കിട്ടിയാലും മതി വരാത്തവനാ. അവന് പൈസ ആരാന്റെ കൈവശം കൊടുത്തിരിക്കുക. എന്തായാലും ഇനി നമ്മളെ രക്ഷിക്കണമെങ്കിൽ ദൈവം തന്നെ വിചാരിക്കണം. അതെങ്ങനെ ദൈവം വിചാരിക്കാനാ? ദൈവം മഹാലക്ഷ്മിയുടെ പിന്നാലെ ചുറ്റിത്തിരിയല്ലേ. ഓ, ഇതിനിടയ്ക്കിടയിൽ അവക്ക് അവളുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ വലിയ സന്തോഷമായിരുന്നെ. കുഞ്ഞും അമ്മയും കൂടെ ഒരുമിച്ച് പോയെന്നറിഞ്ഞാൽ പിന്നെ എൻ്റെ കരുണമോക്ക് ഞാൻ ജയിലിൽ പോകുന്നത് പോലും പ്രശ്നമാവത്തില്ലായിരുന്നു. ആ, ഇനിയെല്ലാം വരുന്ന പോലെ വരട്ടെ. അയ്യോ.